പ്രവർത്തകരെയും ആദരിച്ചു. തിരുവിലാമല ആനമല ഹോം സ്റ്റേയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരുവിലാമല പഞ്ചായത്തിൽ നിന്നും വിജയിച്ച പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങ് നടത്തി. ആനമല ഹോം സ്റ്റേ മാനേജിംഗ് ഡയറക്ടർ നൌഫൽ ആനമല, നൌഫലിന്റെ മാതാവ് കാലിക്കുൽ ജിന്ന, KR സത്യൻ, സ്മിത സുകുമാരൻ, മനോജ് ചീരാത്ത്, രാംകുമാർ നമ്പ്യാത്ത്, സുനിൽ പൊന്നാത്ത്, ഫൈസൽ പടിഞ്ഞാറേക്കര, മറ്റ് ജനപ്രതിനിധികളും മാധ്യമപ്രവർത്തകരും ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിൽ പങ്കെടുത്തു. തിരുവിലാമലയുടെ സമഗ്ര പുരോഗതിക്കായി പുതിയ ജനപ്രതിനിധികൾക്ക് കഴിയട്ടെ എന്ന് ആശംസാ പ്രസംഗത്തിൽ നൌഫൽ ആനമല പറഞ്ഞു. മാധ്യമപ്രവർത്തകർക്കും നാടിന്റെ വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കാൻ കഴിയുമെന്നും എല്ലാവരെയും ആദരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്നും നൌഫൽ പറഞ്ഞു. എല്ലാവരും ഇന്നത്തെ വൈകുന്നേരം എൻ്റെ ക്ഷണം സ്വീകരിച്ച് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നതിന് ആനമല ഉണ്ടാവാനുള്ള പ്രധാന നിങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കാൻ ഇങ്ങനെ ഒരു സാഹചര്യം ഒക്കെ ഒരുക്കി തന്നത് എൻ്റെ അമ്മയാണ്. 7 വർഷം മുമ്പ് ഞങ്ങളുടെ ഫാമിലി പാർട്ടീഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണിത്. ഫാമിലി പാർട്ടീഷനൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ പറയായിരുന്നു, നീ എൻ്റെ കാലശേഷം ഈ വീട് എന്ത് വേണമെങ്കിലും ചെയ്തു, അതുവരെയും വീട് അങ്ങനെ തന്നെ നിലനിർത്തണം എന്നുള്ള ഒരു ഇത് മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിന് പകരം ഞാനൊന്ന് റിപ്പയർ ചെയ്തു, എല്ലാം ഒന്ന് മോഡിഫൈ ചെയ്തപ്പോഴാണ് ഹോം സ്റ്റേ എന്നുള്ള ഐഡിയ പിന്നെ വന്ന കസ്റ്റമേഴ്സാണ് എന്നോട് ഇങ്ങനെ പറയാറ്, എന്തുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൂടാന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് നമ്മൾ ഇതുവരെയ്ക്കും എത്തിയത്. അതിന് കൂടുതൽ ആനമലയുടെ കഥകൾ ഞാൻ പറയുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം, എന്നെ അറിയുന്ന തിരുവിലാമലക്ക് ഒരുപാർക്ക് അറിയാം ആനമല എന്തൊക്കെയാണെന്നുള്ളത്. എനിക്ക് ഇന്ന് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്ത 22 പ്രതിനിധികളോടുമാണ്. നിങ്ങൾ ഒരു പഞ്ചായത്ത്, ഇതൊരു രാജ്യം എന്ന് കണക്കാക്കുക. നിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ ഒരു കമ്പനി നടത്തുക, ഒരു കോർപ്പറേറ്റ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ അതിൻ്റെ ലീഡറാണ് അത് പഠിക്കുക. ഏതാണ് ബിസിനസ് ചെയ്യുക, എങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, എന്തൊക്കെ ചാലഞ്ചസ് വരും, അത് ഞങ്ങൾ പലപ്പോഴും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ മറ്റു പല കമ്പനികളുടെയും കേസ് സ്റ്റഡി, അവരുടെ സക്സസ് സ്റ്റോറി പഠിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തിരുവിലാമല വലിയൊരു പൂങ്കാവനമാക്കി മാറ്റാവുന്നതേ ഉള്ളൂ. കേരളത്തിൽ നമ്മുടെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിയൊരു ഫാക്ടറിയും കാര്യങ്ങളൊന്നും ഞാൻ സ്വപ്നം കാണുന്നില്ല തിരുവിലാമലയിൽ. പക്ഷേ ഒരുപാട് MSMEകൾ, സ്മോൾ മൈക്രോ മീഡിയം എൻ്റർപ്രൈസുകൾ, ആക്ച്വലി ഞാൻ ഇന്ന് വന്നത് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്ന് ഈ ഒരു ദിവസം അതിനു വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊന്ന് വിചാരിച്ചപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ച് ക്ലബ് ചെയ്ത് വന്നതാണ്. അപ്പോൾ 1 കോടി വരെയ്ക്കുമുള്ള ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ 10 ലക്ഷം റുപ്യ മാത്രമേ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടൂ. ബാക്കി 90 ലക്ഷം ഗവൺമെന്റിന്റെ ഗ്രാൻഡും പിന്നെ ലോണും, അങ്ങനെ ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വാർഡ് മെമ്പേഴ്സ് അല്ലെങ്കിൽ പഞ്ചായത്തിലെ ഭരണാധികാരികൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം. എന്തൊക്കെയാണ് നമ്മുടെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായത്, പൊല്യൂഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷിയുണ്ട്, അതല്ലാതെ കുറേ IT പ്രൊഫഷണൽസ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയ കുറേ, എൻ്റെ അടുത്ത് മാത്രം തന്നെ ഒരു വർഷം ഏകദേശം 100ഓളം തിരുവിലാമലക്കാർ ജോലി അന്വേഷിച്ച് വരാറുണ്ട്. ഞാൻ ചിലപ്പോൾ 3-4 പേർക്കൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റാറുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, ഇത്രയും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് നമ്മൾ ഇരുന്നിട്ട് നമ്മൾ വളരെ ലെതർജിക്കായിട്ട് ഇരുന്ന് ഉറങ്ങിയാൽ അത് ദൈവം നമ്മളോട് പൊറുക്കില്ല. അപ്പം നിങ്ങൾക്കാണിതിൽ ഈ തിരഞ്ഞെടുത്ത എല്ലാവർക്കും നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുക. കഴിഞ്ഞ ഭരണസമിതി കാലത്തും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് പദ്ധതികൾ പറയാറുണ്ട്. കുറേയൊക്കെ നടക്കാൻ പറ്റും, ചിലതൊക്കെ പല സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും മുന്നോട്ട് പോകാൻ പറ്റാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഞാൻ ന്യൂഡൽഹിയുമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ ബിസിനസ്സായിട്ട് കുറേ ബന്ധപ്പെടാറുണ്ട്. ഇവിടുത്തെ ബിസിനസ്സുമായിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇന്നത്തെ സിസ്റ്റംസ് വളരെ ഈസിയാണ്, നമുക്ക് വളരെ ആക്സസ് ചെയ്യാം. ഒരു 1-2 മെയിൽ അയച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു റെസ്പോൺസ് കിട്ടും. അത് ഡൽഹി ഏതെങ്കിലും റിലവൻ്റ് ഓഫീസായാലും മതി, ട്രിവാൻഡ്രത്തുള്ള ഓഫീസാണെങ്കിലും മതി, നമുക്ക് വളരെ ഈസി ആക്സസ് ആണ്. പഴയ പോലെ നമ്മളവിടെ പോവുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. അപ്പം ഇത്രയും നല്ല സാഹചര്യം ഉള്ളപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ നാടിന് അനുയോജ്യമായ സംരംഭങ്ങളും, അത് ടൂറിസം ആയാലും ശരി, അതല്ലാതെ MSMEs ആയാലും ശരി, നിങ്ങളത് കണ്ടുപിടിക്കൂ. ആദ്യം നിങ്ങൾ സ്വയം ട്രെയിൻ ആവുക, എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ കമ്മിറ്റികൾ ഫോം ചെയ്യുക, അതിൽ വിദഗ്ധരെ കൊണ്ടുവരിക. ഇഷ്ടംപോലെ സംരംഭകരുണ്ട് ഇവിടെ, ട്രേഡിംഗ് അല്ലാത്ത സംരംഭകരുണ്ട്, ചെയ്യാത്ത സംരംഭകരുണ്ട്. അപ്പോൾ ഈ ഗവൺമെന്റ് സംവിധാനത്തിലും ഒരുപാട് ഞാൻ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു. ഇങ്ങനെ അവർക്ക് വളരെ അവർ പറഞ്ഞു, നിങ്ങൾ സമയം പറഞ്ഞു, ഞങ്ങൾ വന്ന് നമുക്ക് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനുള്ള എക്സ്പോഷർ കൊടുക്കാം എന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ആ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിറയെ നിങ്ങൾ ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതോടെയാണ് നമ്മുടെ എക്കോണമി വലുതാവുക. ഈവൻ കൃഷിയിൽ തന്നെ ഒരുപാട് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാവുന്ന അങ്ങനെ ഒരുപാട് സ്കീമുകൾ ഇന്ന് ഗവൺമെന്റിന്റെ
ഭാഗത്തു നിന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ നന്നായി ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതൽ തൊഴിൽ വരട്ടെ, കൂടുതൽ സംരംഭങ്ങൾ വരട്ടെ. അങ്ങനെയെങ്കിലും നമ്മുടെ നാടിനെ ഉയർത്താനുള്ള അതൊരു വഴി മാത്രമാണ്. അത് അഫ്കോഴ്സ് വേറെ ഒരുപാട് വഴികളുണ്ട്. പക്ഷെ അതിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് എൻ്റെ ഒരു എളിയ സംരംഭകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇവിടെ പറയാനുള്ളത്. ആനമലയ്ക്ക് തന്നിട്ടുള്ള എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അത് തുടരണം. എൻ്റെ ക്ഷണം സ്വീകരിച്ചെന്ന് ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എൻ്റെ അമ്മയുടെ പിന്നെ എൻ്റെ എല്ലാ കുടുംബാംഗങ്ങളുടെയും. പ്രായമാക്കിക്കാണല്ലേ വരൂ, നമ്മൾ 3 ഒരു സംയുക്ത ജില്ലയിലെ ടൂറിസം സാധ്യതകളെ വിപുലമായി ഉപയോഗിച്ച ആനമല ഹോം സ്റ്റേയുടെ ഒരു ചെറിയ ആദരവ് ഈ ജയിച്ചു വന്ന എല്ലാവർക്കും, ഒപ്പം തന്നെ അതിനുള്ളിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആനമല ഹോം സ്റ്റേയുടെ പേരിൽ ഒരു ചെറിയ ആദരവ് അർപ്പിക്കുക എന്നുള്ള ഒരു ചെറിയ ചടങ്ങാണ് നമ്മളിന്ന് ഇവിടെ ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് യാതൊരുവിധ ഔപചാരികതയോ ഒഫീഷ്യാലിറ്റിയോ ഇല്ല. തിരുവല്ലുവാമലയുടെ വികസനം തിരുവല്ലുവാമലയിലെ ഏറ്റവും നന്നായി നടക്കണം. ലോക ഭൂപടത്തിൽ തന്നെ തിരുവല്ലുവാമലയുടെ അതിഗംഭീരമായിട്ട് അടയാളപ്പെടുത്തണം. പതിനഞ്ചാം 14 വാർഡിൽ നിന്ന് മലവട്ടം സജിത. പതിനൊന്നാം വാർഡിൽ 10-ാം വാർഡിൽ 9-ാം വാർഡിൽ നിന്ന് 8-ാം വാർഡിൽ നിന്ന് അംബിക. നാലാം വാർഡിൽ നിന്ന് മോഹൻദാസ്.
എടുത്തു. താങ്ക് യു മാഷേ. താങ്ക് യു സുനേന്ദ്രൻ. താങ്ക് യു സത്യേട്ട. മോഹൻ. താങ്ക് യു മോനേട്ട. സത്യേട്ട ഇവിടെ നമ്മുടെ സിജി